മുമ്പാണ് കേരള രാജ്ഭവനെ ഇക്കാര്യം അറിയിച്ചത്. ഗവർണറുടെ സുരക്ഷ Z+ കാറ്റഗറിയിലേക്ക് ഉയർത്തുകയാണ്. നിലവിൽ Z കാറ്റഗറി സുരക്ഷയാണ് സംസ്ഥാന ഗവർണർക്ക് നൽകുന്നത്. അത് Z+ കാറ്റഗറിയിലേക്ക് ഉയർത്തുന്നു. സായുധ സേനയുടെ CRPF-ന്റെ കാവലാകും ഗവർണർക്കും രാജ്ഭവനും അദ്ദേഹത്തിന്റെ താമസസ്ഥലമായ രാജ്ഭവനും ഇനി ഉണ്ടാവുക. CRPF-ന്റെ സുരക്ഷ നൽകുന്ന ഗണത്തിലേക്ക് ഗവർണറെയും ഉയർത്തുന്നു, രാജ്ഭവനെ ഉയർത്തുന്ന വിവരമാണ് ഇപ്പോൾ രാജ്ഭവനെ ഔദ്യോഗികമായി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഇന്ന് നിലമേലിൽ ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ ഗവർണർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ ആഭ്യന്തരമന്ത്രിയെ ഗവർണർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, ആഭ്യന്തര മന്ത്രാലയത്തെ ബന്ധപ്പെട്ടിരുന്നു, ഉപരാഷ്ട്രപതി ഗവർണറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ സുരക്ഷ ഇപ്പോൾ കേന്ദ്രസേന ഏറ്റെടുക്കുന്നത്. Z+ കാറ്റഗറി സുരക്ഷയിലേക്ക് ഗവർണർ മാറുന്നത്. ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാന പോലീസ് പരാജയപ്പെട്ടു എന്ന വ്യാഖ്യാനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. ഗവർണറുടെ പരാതിയും അത് തന്നെയാണ്. ഇന്നും അദ്ദേഹത്തിന്റെ വാഹനത്തിനടുത്തേക്ക് SFI പ്രവർത്തകർ പാഞ്ഞെടുത്തു വാഹനത്തിന് ആക്രമിച്ചു എന്ന ആരോപണമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആരോപണം അതാണ്. സ്വാഭാവികമായും രാഷ്ട്രപതിയുടെ സംസ്ഥാനത്തെ പ്രതിനിധിയാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാവുകയാണ്. അതായത് നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ കേരളത്തിൽ ഇത്തരത്തിലൊരു സുരക്ഷ ഒരുക്കപ്പെടുന്നത്. Z+ കാറ്റഗറിയിൽ പെടുന്ന സുരക്ഷ ആണല്ലോ മുഖ്യമന്ത്രിക്കുള്ളത്. അതിന് സമാനമായ സുരക്ഷ തന്നെ ഇനി ഗവർണർക്കും എന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ മാറിയിട്ടുള്ളത്? നിലവിൽ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഒരേ സുരക്ഷയാണ് ഉള്ളത്. മുഖ്യമന്ത്രിക്ക് സംസ്ഥാന പോലീസാണ് സുരക്ഷ ഒരുക്കുന്നത്. CRPF സേനയുടെ സുരക്ഷ മുഖ്യമന്ത്രിക്കുമില്ല. അതിന് മറികടന്നുകൊണ്ട് കൂടുതൽ സുരക്ഷ ഒരു പടി കൂടി കടന്നുള്ള സുരക്ഷാ ക്രമീകരണമാണ് ഇപ്പോൾ ഗവർണർക്ക് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുന്നത്. അരുൺ, ഈ വിഷയം അതായത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനം അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കുമൊക്കെ സുരക്ഷ ഒരുക്കുക എന്നത് പ്രാഥമികമായി ആ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. അതിനിടയിലാണ് ഗവർണർക്കെതിരെ തുടർച്ചയായി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഗവർണർ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രതിഷേധിച്ചു കൊള്ളുക, അത് ജനാധിപത്യത്തിലെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ പ്രതിഷേധിക്കുന്നവർ തന്റെ വാഹനത്തിലേക്ക് ആക്രമണം നടത്തുന്നു, അതിന് പോലീസ് കൈകെട്ടി നിൽക്കുന്നു. ഈ ബാനറുകളും കരിങ്കൊടിയുമായി നിൽക്കുന്നവർക്കൊപ്പം അവർക്ക് സുരക്ഷ നൽകിക്കൊണ്ട് പോലീസ് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗുരുതരമായ റിപ്പോർട്ട് തന്നെയാണ് കേന്ദ്രത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. തീർച്ചയായും ഗവർണറുടെ ആരോപണം അത്തരത്തിൽ തന്നെയാണ്. മാത്രമല്ല ഇന്ന് 1.5 മണിക്കൂറിലേറെ സംസ്ഥാന ഗവർണർക്ക് ഒരു തെരുവിൽ ഇരിക്കേണ്ടി വന്നു. അത് എന്താണെന്റെ കാരണമെങ്കിലും അതൊരു വസ്തുതയാണ്. ഗവർണർ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിൽ നിന്ന് ഇറങ്ങി SFIക്കാരോട് തർക്കിക്കുന്നത് കാണാം, ചോദ്യം ചെയ്യുന്നത് കാണാം. അതിനുശേഷം അദ്ദേഹം 1.5 മണിക്കൂറിലേറെ വഴിയോരത്ത് ഒരു കടയുടെ മുന്നിൽ കസേരയിട്ടിരിക്കേണ്ടി വന്നു. സ്വാഭാവികമായും ഇവിടത്തെ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് കേന്ദ്രം അതീവ ഗൗരവത്തോടെ കാണുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഗവർണർക്കെതിരെ ഉയർന്ന ആരോപണം അദ്ദേഹം കേന്ദ്ര തീരുമാനങ്ങൾ BJPയുടെ നയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ ഇവിടേക്ക് അയച്ചത് രാഷ്ട്രപതിയാണ്, രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ട സുരക്ഷ ഒരുക്കാനുള്ള ഉത്തരവാദിത്തം കൂടി കേന്ദ്രം ഏറ്റെടുക്കുകയാണ്. സംസ്ഥാനവും കേന്ദ്രമുള്ള രാഷ്ട്രീയ പോരിന്റെ മറ്റൊരു ഭാഗമായി തന്നെ ഇതിനെ കാണാം. ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ സംസ്ഥാനം പരാജയപ്പെട്ടു, സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലാകുന്നു എന്ന ആരോപണം നേരത്തെ വാർത്താക്കുറിപ്പിലൂടെ ഉന്നയിച്ചത് ഗവർണറാണ്. രാജ്ഭവന്റെ വാർത്താക്കുറിപ്പാണ് അത്തരം ഒരു ആരോപണവുമായി രംഗത്ത് വന്നത്. സ്വാഭാവികമായും ഇപ്പോൾ അടുത്തൊരു നടപടിയിലേക്ക് കൂടി കടക്കുകയാണ്. ഗവർണറുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനം പരാജയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രം ആ സുരക്ഷ ഏറ്റെടുക്കുകയാണ്. സായുധ സേനയുടെ CRPF-ന്റെ കാവലിലേക്ക് ഗവർണറും രാജ്ഭവനും മാറുകയാണ്. അതാണല്ലോ അരുൺ ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നത്. അതായത് ഈ രാഷ്ട്രീയ പോരിന്റെ മറുഭാഗമാണ് ഈ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാനം പരാജയപ്പെടുന്നു എന്നുള്ളത്. അത് മാത്രവുമല്ല, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് ഇടത് സർക്കാരാണ്. ആ ഇടത് സർക്കാരിന്റെ തന്നെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയാണ് സാധാരണ നിലയിൽ പലപ്പോഴും ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളോ പ്രതിപക്ഷ പാർട്ടികളോ ഒക്കെ വലിയ പ്രതിഷേധം ഉയർത്തുകയും അതാണ് ഒരു സമാധാന പ്രശ്നം സൃഷ്ടിക്കാറുള്ളത് എങ്കിൽ ഇതിപ്പോൾ സർക്കാരിന്റെ തന്നെ ഭാഗമാവുകയോ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന സംഘടനകളിൽ നിന്ന് ഇത്തരത്തിൽ സുരക്ഷാ വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്ന മട്ടിലേക്കുള്ള റിപ്പോർട്ടല്ലേ കേന്ദ്രത്തിലേക്ക് എത്തുന്നത്? തീർച്ചയായും റിപ്പോർട്ട് അത്തരത്തിൽ തന്നെയായിരിക്കും. അതിന് കാരണം നേരത്തെയും ഗവർണർക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു. അന്ന് ഗവർണറുടെ വാഹനത്തിനടുത്തേക്ക് SFI പ്രവർത്തകർ ഓടിയെത്തുകയും ചെയ്തു. ഇന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും സ്വാഭാവികമായും ഗവർണറുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പോവുക തനിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് തന്നെയാണ് ഗവർണർ ഇന്ന് അവിടെ സംസാരിക്കുമ്പോൾ അത് തന്നെയാണ് വ്യക്തമാക്കിയത്. തനിക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്, പോലീസ് സമരക്കാർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് ചെയ്യുന്നത്, ഗവർണർക്ക് സംരക്ഷണം ഒരുക്കേണ്ട പോലീസ് അത് ചെയ്തില്ല എന്ന ആരോപണം അത് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും
കേന്ദ്രം ആദ്യം ഗൗരവത്തിലെടുക്കുക ഗവർണറുടെ റിപ്പോർട്ട് തന്നെയാണ്. ഗവർണറുടെ കത്തായാലും അദ്ദേഹം വാക്കാൽ പറഞ്ഞതായാലും അത് തന്നെയാണ് കേന്ദ്രം ഏറ്റവും പ്രധാനത്തോടെ എടുക്കുക. ഗവർണർ പറയുന്നത് വിശ്വസിച്ചു തന്നെയാകും അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാനുള്ള തുടർ നടപടികളിലേക്ക് കേന്ദ്രം കടന്നതും അതുതന്നെയാണ് ഇപ്പോൾ CRPF സുരക്ഷയിലൂടെ വ്യക്തമാവുന്നതും. ഗവർണറുടെ സുരക്ഷയുടെ കാര്യത്തിൽ കേന്ദ്രം സംസ്ഥാനത്തെക്കാൾ ജാഗ്രത പുലർത്തുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. ഗവർണറുടെ നിലപാടുകൾക്കൊപ്പമാണ് കേന്ദ്രം എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. അങ്ങനെ മാത്രമേ കേന്ദ്രത്തിന് പെരുമാറാനും കഴിയൂ. കാരണം അദ്ദേഹം രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തെ ആ രീതിയിൽ അദ്ദേഹം സുരക്ഷ ഉറപ്പാക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അഭിലാഷ്. റൈറ്റ്. വിനോദ്